ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മീനും പിന്നെ നമ്മുടെ ചേമ്പുണ്ടല്ലോ അതും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു നാടൻ ഐറ്റം ആട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വായോ. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് ഒരു 10-20ഓളം കുഞ്ഞുള്ളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് 2-3-4ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത നോക്കി ഒരു അത്യാവശ്യം വലിയൊരു തക്കാളി ആട്ടോ ചേർത്തേക്കുന്നത്. അപ്പോൾ തക്കാളി ചെറുതാണെങ്കിൽ 2 എടുക്കണേ. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പാകത്തിന് നമുക്കൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കാതെ വേണം ഒന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഇങ്ങനത്തെ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് ആ മിക്സിയുടെ ജാറിൽ നിന്നൊക്കെ ഒന്ന് വടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി ആ തക്കാളിയിലൊക്കെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി ഇതെല്ലാം നന്നായിട്ടൊന്നങ്ങ് വെന്ത് വരുന്നവരെയും നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഈ സ്റ്റെപ്പ് ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. ഇതിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്നങ്ങ് മാറ്റിയെടുക്കണം. ഇതുപോലെ ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഭാഗം വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഈ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പം മീൻ കറിക്കൊക്കെ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നങ്ങ് പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാളംപുളി ഉണ്ടല്ലോ അതിൻ്റെ വെള്ളമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുടംപുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ കുടംപുളി ചേർക്കാം കേട്ടോ. അപ്പം എനിക്ക് കൂടുതൽ താല്പര്യം ഇതിനോടായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മസാലയായിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ പുളിവെള്ളത്തിലോ ഇതുപോലെ മസാല നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ കറി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഈ പുളിവെള്ളം തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി ഇത് കണക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമല്ലോ, ആ പാകം വരെയും നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാകം വരെ ഒക്കെ ഒന്ന് ആവുമ്പോഴേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിലാണ് കേട്ടോ ഞാൻ വെള്ളം ചേർക്കുന്നത്. അപ്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളക് കേട്ടോ, ഇവിടെയൊക്കെ ഇതിന് ഉണ്ടമുളക് എന്നാണ് പറയുന്നത്. നല്ലൊരു മണമാണ് ഇത് ചേർക്കുമ്പോഴേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കറിവേപ്പില ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. അടുപ്പം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ചേമ്പുണ്ടല്ലോ അത് അത്യാവശ്യം ഈ ഷേപ്പിലൊക്കെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയിലയല്ല കണ്ണനയില എന്ന് പറയും കേട്ടോ നമ്മുടെ ഇവിടെ. അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് മത്തിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ അയിലയിലും മത്തിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ. നന്നായിട്ട് മീനും ചേർത്തിട്ട് ചെറുതായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം.
കറിയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചാട്ടോ കഴിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ കൺസിസ്റ്റൻസി തന്നെ മതിയെങ്കിൽ ഇപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ആ ചേമ്പൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ നന്നായിട്ടൊന്ന് മുറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഈ സമയം നോക്കിയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോഴേ ഞാൻ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, ഉപ്പൊക്കെ പാകമാട്ടോ. അപ്പോഴേ ഞാനിത് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ടേ. അപ്പം ഒന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റും കൂടെ ഇത് അവിടെ നിന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ ദാണ്ട ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. നമ്മുടെ കറി വീണ്ടും കുറച്ചും കൂടെ ഒന്ന് വറ്റി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ടെ നല്ലപോലെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. ദാണ്ടെ കറി കണ്ടോ, ഇതുപോലാണ് ഇരിക്കുന്നത്. തണുത്ത് വന്നപ്പോൾ ഉള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇതുവരെയും ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കിക്കോ. നല്ല ടേസ്റ്റാണ്. ആ മീൻ കഴിക്കുന്നതിനേക്കാളും അതിലെ ചേമ്പ് കഴിക്കാനാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ്. അപ്പോഴേ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.